മീൻ വെട്ടി വൃത്തിയാക്കി കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കറി വെക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു 1/4 സ്പൂൺ ഉലുവയിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് 3 പച്ചമുളകും കുറച്ച് ചെറിയ ഉള്ളി ഒരു സവോളയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കനം കുറഞ്ഞരിഞ്ഞാണ്. ഇനി ഇതും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ മീൻ പൊള്ളിച്ചതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് മുമ്പ് എഗ്ഗ് ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ. ഇതിവിടെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, എരിവുള്ള 1 സ്പൂൺ മുളക് പൊടിയും എരിവ് കുറഞ്ഞ 2 സ്പൂൺ മുളക് പൊടി, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ചെറിയ തീയിൽ വെച്ചൊന്ന് വഴറ്റി കൊടുക്കാം. തീ ചെറുതാക്കി വയ്ക്കണേ, അല്ലെങ്കിൽ പൊടിയൊക്കെ കൂടുതൽ അങ്ങോട്ട് കരിഞ്ഞു പോകും. ഈ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് തക്കാളി ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ചേർക്കണമെങ്കിൽ പൊടി നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം വേണം തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് തക്കാളി ചേർക്കണില്ലേ. പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച കുടംപുളി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 സ്പൂൺ ഉലുവപ്പൊടി. ഉലുവ നമ്മൾ പൊട്ടിച്ചതാണ്, അതുകൊണ്ട് ഉലുവപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഉലുവപ്പൊടി ചേർക്കുമ്പോഴാണ് കറിക്ക് കൂടുതൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇത് കുറച്ച് സമയം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ കുറച്ച് സമയം വഴറ്റി കൊടുക്കുകയാണെങ്കിൽ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങുകയും ചെയ്യും. പിന്നെ ഉള്ളിയൊക്കെ വഴന്ന് ഗ്രേവിയിൽ നിന്ന് നന്നായിട്ട് തിക്കായിട്ട് കിട്ടുകയും ചെയ്യും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ. ഞാൻ ആദ്യം വീഡിയോ ഇട്ടായിരുന്നു, പക്ഷേ അതിനകത്ത് കൂടുതലെല്ലാം കോപ്പിറൈറ്റ് വന്നുപോയി. അത് മ്യൂസിക് മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു, സൗണ്ട് ഞാൻ തന്നെ കൊടുത്തായിരുന്നു. പക്ഷേ കോപ്പിറൈറ്റ് ആയിപ്പോയി മിക്ക വീഡിയോയിലും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും ചെയ്തൊന്ന് സഹായിക്കണേ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കറിവേപ്പില, പാകത്തിന് ഉപ്പ്, ഇനി ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം നമുക്ക് ഇതിനകത്തേക്ക് മീൻ ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മീനിട്ട് കൊടുക്കാം. മീൻ സിലോപ്പിയാണ്. ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യമൊന്നും കോപ്പിറൈറ്റ് കാണിക്കുന്നില്ലായിരുന്നു, അതുകൊണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ല. ഇപ്പം ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കാണ് മിക്ക വീഡിയോയിലും ആ മ്യൂസിക് കിടക്കുന്ന എല്ലാ വീഡിയോയിലും കോപ്പിറൈറ്റ് ഉണ്ട്. മ്യൂസിക് മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു, ബാക്കി മുഴുവനും ഞാൻ സൗണ്ട് കൊടുക്കുമായിരുന്നു ചെയ്തത്. കുറേ വീഡിയോ ഉണ്ടായിരുന്നു, ഒരുപാട് കഷ്ടപ്പെട്ട് കുറേ എല്ലാം വെറുതെ ആയിപ്പോയി. എനിക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ഒന്ന് ചെയ്യണേ. മീൻ ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം പിന്നെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് പകുതി ഒന്ന് തുറന്ന രീതിയിൽ വേണം അടച്ചു വയ്ക്കാനായിട്ട്. ഇനി തീ 5 മിനിറ്റ് കൂട്ടി വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം പറ്റിച്ചെടുക്കാനായിട്ട്. അടപ്പ് മുഴുവനായിട്ട് അടയ്ക്കണ്ട, പകുതി ഒന്ന് തുറന്ന് വെച്ച രീതിയിൽ വേണം അടച്ചു വയ്ക്കാനായിട്ട്. എങ്കിലേ കറിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരത്തുള്ളൂ. കറി ഇവിടെ പറ്റി വരാനുള്ള സമയമായിട്ടുണ്ട്. ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു തണ്ട് കറിവേപ്പില വെച്ച് കൊടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണ, ഒന്നുകൂടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിരിക്കുമ്പം ചാറൊക്കെ നല്ല കുറുകി വരും കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ.